ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ചേട്ടായി പണിയാണ്. പണിസ്ഥലത്തുനിന്ന് രാവിലെ കയറി വന്നത്. തൊട്ട് താഴെ തന്നെയാണ് പണിയെ. പണിസാധനം എടുക്കാൻ വേണ്ടി കയറി വന്നത്. അപ്പോൾ തന്നെ കുഞ്ഞും കഥ തുറന്ന് കിടക്കുന്നപ്പോൾ തന്നെ ചാടി ഇറങ്ങി. ചേട്ടായി ഇറങ്ങിപ്പോയ പുറകെ ഇറങ്ങി പോകാൻ വേണ്ടി പിന്നിലോട്ട് ചാടിയതാണ്. ചേട്ടായുടെ പുറകെ പോകാൻ വേണ്ടിയാണ് ഈ ഇറങ്ങി പോകുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ പിടിച്ചുകൊണ്ട് വന്ന് അകത്ത് കൊണ്ടിരുത്തി എൻ്റെ മേക്കപ്പ് ബോക്സ് അങ്ങ് കൊടുത്തപ്പോൾ തന്നെ അവനും കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചേ. പിന്നെ ഞാൻ അവന് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അമൃതമുട്ടിയുടെ കുറുക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അവന് കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഞാൻ അവനെ ഉറക്കിയേ. അമൃതമുട്ടിയുടെ കുറുക്കൊക്കെയാണെങ്കിൽ രാവിലെ കുറച്ച് തിന്നുവേ. പിന്നെ ഉറങ്ങാൻ നേരം എത്ര ചൂടാണെങ്കിലും അവൻ പുതപ്പും പുതച്ചേ കിടക്കുള്ളേ. ഒരു ടർക്കിയുണ്ട്, അതെപ്പോഴും വേണം അവന്. അതും പുതച്ചോണ്ടേ കിടക്കുള്ളേ. അവന് വലിയ ഇഷ്ടം അങ്ങനെ കിടന്ന് ഉറങ്ങാനേ. പുതപ്പില്ലാതെ കിടക്കത്തില്ല, അവന് കരയും കിടന്ന്. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അവനങ്ങനെ പുതപ്പ് വേണം എപ്പോഴും. പിന്നെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഇച്ചിരി ചോറ് കഴിച്ചേ. ചോറ് നാരങ്ങാച്ചാറും പിന്നെ മുളക് ചമ്മന്തി, മുട്ട വറുത്തതും, രണ്ട് കഷ്ണം മീനും ഉണ്ടായിരുന്നേ. അതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചേ. ഇച്ചിരി വെള്ളവും കുടിച്ചു. അത് കഴിയുമ്പോഴത്തേന് ചേട്ടായിക്ക് ഉച്ചവരെ പണി ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടായി പിന്നെ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയേ. ആ സമയത്ത് പിന്നെ ഞാനൊരു സിനിമ കണ്ടു, പരാശക്തിയാണേ. പിന്നെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ചേട്ടായി കയറി വന്നേ. സവോള, കപ്പ, മുളക് പൊടി, കടുക്, എണ്ണ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. പിന്നെ കുരുമുളക് പൊടി, പിന്നെ പയർ, വൻപയർ, ചെറുപയർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ച്, കുറച്ച് പച്ചക്കറി, പിന്നെ 2 സൈസ് മീൻ മേടിച്ചായിരുന്നേ. വാള കറി വെക്കാൻ വാളയും പിന്നെ വറക്കുന്ന മീനിൻ്റെ ഈ പേരെനിക്കറിയത്തില്ല. ഞാൻ ചേട്ടായിനെ കഴുകാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ കപ്പ പൊളിക്കാനിരുന്നേ. അപ്പോൾ കുഞ്ഞിനും എൻ്റെ കൂടെ വന്നിരുന്ന് കപ്പ പൊളിക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ടേ. അതിനുശേഷം ഞാൻ പിന്നെ കപ്പ കഴുകി അടുപ്പിലോട്ട് അങ്ങ് വെച്ചേ. പിന്നെ അടുത്തത് മീൻ മസാല ചേർക്കലാണ് അടുത്ത പരിപാടി. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം തിരുമ്മി ഞാൻ മീനിലോട്ട് തേച്ച് അവിടെ മാഗ്നേറ്റാകാൻ വേണ്ടി വെച്ചേ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് വറക്കുന്നത്. അപ്പോഴത്തേനും ഞാൻ പിന്നെ തീയെല്ലാം പിടിപ്പിച്ച് കപ്പ അങ്ങ് അടുപ്പിലോട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ മീൻ അങ്ങ് വറക്കാൻ വെച്ചേ. മീൻ വറുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ മീൻകറി വെക്കാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങി. കടുകും പൊടിച്ച് സവോളയും പച്ചമുളകും എല്ലാം വഴറ്റി പൊടിയെല്ലാം ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പുളിയെല്ലാം ഇട്ട് പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ട് ഞാൻ മീൻകറി അങ്ങ് അടുപ്പിലോട്ട് വെച്ചേ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ പിന്നെ ചതച്ചങ്ങ് ഇട്ടു. വഴറ്റി ചേർക്കാൻ ഞാൻ മറന്നുപോയേ. പിന്നെ പച്ചയ്ക്ക് അങ്ങ് ഇട്ടു. കപ്പ വെന്തതിന് ശേഷം പിന്നെ കഴിക്കാൻ വേണ്ടി വിളമ്പിയേ. അടിപൊളിയാണ്. ഞങ്ങൾ തേങ്ങ അരച്ചല്ല കപ്പ വേവിക്കുന്നത്. പിന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വഴറ്റിയാണ് കപ്പയ്ക്കകത്തേക്ക് ചേർക്കുന്നത്. ഹോട്ടലിലുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മീൻകറി വിളമ്പി. പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു. മീൻ വറുത്ത ശകലം പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സവോളയൊക്കെ അരിഞ്ഞിട്ട് എല്ലാം മീൻ വറുത്ത എപ്പോൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ സവോള അരിഞ്ഞിട്ടേ കഴിക്കുള്ളേ. പിന്നെ മീനും മീൻ വറുത്തതും കപ്പയെല്ലാം കൂട്ടി സവോള എല്ലാം കൂട്ടി കഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ഒത്തിരി ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് വാളയെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മേടിക്കാറുണ്ട് ഈ മീനെ. ഈ വറുത്ത മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ മേടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായതുകൊണ്ട് വേർത്തൊഴുകിയിരുന്നാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ വറുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.